അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്കും വാർത്തയിലേക്കും കൂടി ഇത് വരുന്നു. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ LDFന്റെ പ്രചരണം പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശക്തി പ്രാപിക്കുമ്പോൾ മറുഭാഗത്ത് അക്രമ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ന് ഒട്ടേറെ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് UDF. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സാനിയ ഒന്ന് മൈക്ക് വിളിച്ചോളൂ. അതിനു മുമ്പ് നമുക്ക് അർജുൻ കല്യാടിലേക്ക് കൂടി ഒന്ന് പോയി വരണം. അർജുൻ കല്യാട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും വടകരയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് അർജുൻ കല്യാട് ചേരുന്നത്. അർജുനാണ് ഇന്നലെ ആ പാനൂരിലെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന CPM പ്രതിരോധം ഇന്നലെ പാളിയിരുന്നു. അപ്പോൾ കേസിൽ പ്രതികളായ 4 പേർ പാർട്ടി ചുമതലകൾ ഉൾപ്പെടെ വഹിക്കുന്നവരാണ് എന്നൊരു വാർത്ത കൂടി എത്തുന്നു. പ്രതിയായ സായൂജ് DYFI കടുങ്ങാംപൊയിൽ യൂണിറ്റ് ഭാരവാഹിയും അമുൽ ബാബു ലോക്കൽ കമ്മിറ്റി റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനുമാണ്. ഒളിവിലുള്ള ഷിജാൽ DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയുമായും TP വധക്കേസ് പ്രതികളുമായും അറസ്റ്റിലായവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് സൂചന. എന്നാൽ പ്രതികൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കുകയാണ് CPIM. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ബ്രേക്കിംഗ്. ഇന്നലെ അർജുൻ കല്യാട് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടു. പിന്നീട് കേരളം ചർച്ച ചെയ്ത വിഷ്വൽസ് ആയിരുന്നു അത്. പാർട്ടിക്ക് ഈ സ്ഫോടനവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും സജീവമായി പാർട്ടിയുടെയോ പോഷക സംഘടനയുടെയോ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചവർ ആ സ്ഫോടനത്തിന് പിന്നിലുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് അർജുൻ, DYFIയുടെ ഇപ്പോൾ സജീവ ചുമതല വഹിക്കുന്നവർ തന്നെ ഈ സ്ഫോടനത്തിന് പിന്നിലുണ്ട് എന്നാണോ പോലീസിന്റെ നിഗമനം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അർജുൻ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സ്ഫോടനത്തിലെ പ്രതികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ കേസിൻ്റെ ഭാഗമായി പങ്കെടുത്തവരോ ആർക്കും തന്നെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാടായിരുന്നു CPMൻ്റെ സംസ്ഥാന നേതാക്കൾ മുതൽ താഴെത്തട്ടിൽ ഏരിയ കമ്മിറ്റി നേതാക്കൾ വരെ സ്വീകരിച്ച നിലപാട്. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിൽ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 6 പേരിൽ 3 പേരും സജീവരായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. CPMവുമായി പ്രത്യക്ഷ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. DYFIയുടെ കടുങ്ങാംപൊയിൽ യൂണിറ്റ് സെക്രട്ടറിയാണ് അറസ്റ്റിലായിട്ടുള്ള സായൂജ്. അതുപോലെ തന്നെ അമൽ ബാബു CPMൻ്റെ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ അശ്വന്ത്, പരിക്കേറ്റ് ചികിത്സയിലുള്ള അശ്വന്ത് CITUവിൻ്റെ കല്ലിക്കണ്ടി ബ്രാഞ്ച് അംഗമാണ്. അതിന് പുറമെയാണ് ഈ കേസിൽ പിടിയിലാവാനുള്ള ഒളിവിൽ കഴിയുന്ന ഷിജാൽ DYFIയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ അമൽ ബാബു റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനാണ്, ലോക്കൽ കമ്മിറ്റിയുടെ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനാണ്. ഇത് പറയുമ്പോൾ റെഡ് വോളണ്ടിയർ എന്ന് പറയുന്നത് ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഏറ്റവും അച്ചടക്കമുള്ള പ്രവർത്തകരെ ചിട്ടയായ പരിശീലനത്തിലൂടെ അവരെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതാണ് റെഡ് വോളണ്ടിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് പറയുമ്പോൾ ആ ലോക്കലിലെ ഏകദേശം 100-150ഓളം വരുന്ന ഈ ചിട്ടയായ പരിശീലനത്തിലൂടെ വരുന്നവർക്ക് പരിശീലനം കൊടുക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അമൽ ബാബു. അമൽ ബാബു DYFIയുടെ മുൻ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ പാർട്ടി വാദം പൂർണ്ണമായും പൊളിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി കണ്ണൂർ ജില്ലയിൽ തന്നെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകാശ് തില്ലങ്കേരി വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു പേരാണ്. ആകാശ് തില്ലങ്കേരിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പല പ്രതികളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് പുറമെ TP വധക്കേസിൽ KK രമ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. TP വധക്കേസിലെ ജ്യോതി ബാബു, ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ജ്യോതി ബാബു ഉൾപ്പെടെയുള്ള പ്രതികളുമായി അടുത്ത ബന്ധം ഈ പറയുന്ന യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ഉൾപ്പെടെയുള്ളവർക്ക്, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ ജ്യോതി ബാബുവിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായി പങ്കാളിത്തമുള്ളവരാണ് ഈ ഷിജാൽ ഉൾപ്പെടെയുള്ളവർ എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ വാദം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം.